ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റ് 3 ട്രേഡിംഗ് ഡേയിൽ ഫിയർ സോണിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് 2 ട്രേഡിംഗ് ഡേയിൽ ഗ്രീഡ് സോണിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാം. ബ്രോഡ് മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി 50 1.1% ലാസ്റ്റ് 5 ട്രേഡിംഗ് സെഷനിൽ അപ്പായതായിട്ട് കാണാം. അതേപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സും ഏകദേശം 1% ആ ഒരു റിട്ടേൺ നൽകിയായിട്ട് കാണാം. അപ്പോൾ സ്മോൾ ക്യാപ്പും നിഫ്റ്റി 50യും ഏകദേശം ഒരേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ലാസ്റ്റ് വീക്ക് കാഴ്ചവെച്ചതെങ്കിൽ മറ്റ് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളായ മിഡ് ക്യാപ് 150യും നിഫ്റ്റി നെക്സ്റ്റ് 50യും അതേപോലെ നിഫ്റ്റി മൈക്രോ ക്യാപ് 250യും ഒക്കെ നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ അവിടെ നിഫ്റ്റി നെക്സ്റ്റ് 50 2% ഒരു മുന്നേറ്റം ലാസ്റ്റ് വീക്ക് നടത്തിയായിട്ട് കാണാം. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മേജർ ഗെയിനേഴ്സ് ആയിട്ട് നമുക്ക് കാണുന്നത് നിഫ്റ്റി മെറ്റൽ, അതുപോലെ നിഫ്റ്റി PSU ബാങ്ക്, അതുപോലെ നിഫ്റ്റി CPSE, അതേപോലെ നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി PSE, അതുപോലെ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി എനർജി പോലെയുള്ള മേജർ ഇൻഡെക്സുകളിലൊക്കെ 3% മുതൽ 5% വരെയുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി MNC, നിഫ്റ്റി ഫാർമ ഇവയൊക്കെ പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി IT-യും നിഫ്റ്റി FMCG ഈ 2 സെക്ടറുകളുടെ ഇൻഡെക്സുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അവിടെ FMCGയുടെ വീഴ്ച ഏകദേശം 3% കൂടുതലാണെന്ന് കാണാം. അപ്പോൾ നമുക്കറിയാം FMCGയുടെ വീഴ്ചയുടെ കാരണം ITCയിൽ ഉണ്ടായിട്ടുള്ള 15% ക്രാഷാണ്. അവിടെ ഗവൺമെൻറ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൂട്ടിയിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടിയാണ് ഈ ഒരു ക്രാഷിന് കാരണമായത്. നമുക്കറിയാം ITC FMCG ഇൻഡെക്സിൽ 32% വെയിറ്റേജ് ഉള്ള ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കാണ്. കൂടാതെ നിഫ്റ്റിയിൽ 3.26% വെയിറ്റേജ് ITCക്ക് ഉണ്ട്. നിഫ്റ്റിയിലെ വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റോക്കാണ് ITC. അപ്പോൾ അതുകൊണ്ട് തന്നെ ITCയുടെ ഒരു വീഴ്ച അത് തീർച്ചയായും നിഫ്റ്റി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ നിഫ്റ്റിയുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈ അത് ഇതിലും വലിയൊരു നേട്ടത്തോടെ അവസാനിക്കുമായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇനിയുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് Q3 ഏർണിങ്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ പൊസിഷൻ ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ പല സ്റ്റോക്കുകളിൽ നടക്കുന്നുണ്ടാവും. ഇൻഡെക്സ് ഹെവി വെയിറ്റുകളുടെ റിസൾട്ടുകൾ വരാൻ തുടങ്ങുന്നത് പ്രധാനമായിട്ടും ജനുവരി 12-ാം തീയതി മുതലാണ്. അപ്പോൾ അവിടെ TCSൻ്റെയും HCL ടെക് പോലെയുള്ള IT കമ്പനികളുടെ റിസൾട്ടോടുകൂടിയാണ് Q3 ഏർണിങ്സിന് തുടക്കമാവുക. എന്നാൽ നെക്സ്റ്റ് വീക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സിൻ്റെ ഫേവറേറ്റ് ആയ ചില സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നുണ്ട്. അതിലൊന്ന് പ്രീമിയർ എനർജിയാണ്, മറ്റൊന്ന് എലക്ട്രോൺ എഞ്ചിനീയറിംഗ്, ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ്, ഗ്ലോബസ് സ്പിരിറ്റ്സ്, തേജസ് നെറ്റ്വർക്ക്, അതുപോലെ അവന്യൂ സൂപ്പർ മാർട്ട്സ്. ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുശേഷം അടുത്ത ആഴ്ചയായിരിക്കും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് മാർക്കറ്റിലെ ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് തീർച്ചയായിട്ടും ഈ Q3 ഏർണിംഗ് സീസൺ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വെനസ്വേലയ്ക്കെതിരെയുള്ള US-ന്റെ അറ്റാക്ക് അത് മാർക്കറ്റിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. CBS ന്യൂസും ഫോക്സ് ന്യൂസും ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഈ വെനസ്വേലൻ അറ്റാക്കിൽ അമേരിക്കൻ ട്രൂപ്പ് പങ്കെടുത്തിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ അവർ വെനസ്വേലയിൽ നടത്തിയതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വാർ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസ്, ഒന്ന് ക്രൂഡ് ഓയിലാണ്, മറ്റൊന്ന് ഗോൾഡാണ്, മറ്റൊന്ന് സിൽവറാണ്. അപ്പോൾ ഈ 3 കമ്മോഡിറ്റികളുടെയും ഡിമാൻഡ് വർദ്ധിക്കുന്നത് പൊതുവേ ഒരു വാർ സിറ്റുവേഷനിലാണ്. എന്നാൽ ഇവിടെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ എക്കണോമി അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ വിധത്തിലുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം അത് വളരെ ചെറിയൊരു എക്കണോമിയാണ്. എന്നാൽ വാർ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുകയും ഏതെങ്കിലും രാജ്യങ്ങൾ വെനസ്വേലയെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ടേക്ക് വരികയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വേൾഡ് വൈഡ് ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർ അതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞേക്കും. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് US-ന്റെ ചില എക്കണോമിക് ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട്. US-ന്റെ നോൺ ഫാം പേറോൾസ്, അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ടുള്ള റേറ്റ് കട്ടിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ഡാറ്റകൾ എന്നുള്ള നിലയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡാറ്റകളാണ്. അപ്പോൾ ഈ വാറിൻ്റെ ഈ ഒരു സിനാരിയോ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൊതുവെ വേൾഡ് വൈഡ് ഗ്ലോബൽ മാർക്കറ്റൊക്കെ അതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ വളരെയധികം പോസിറ്റീവാണ്. ഇപ്പോൾ 2026 ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പൊതുവെ എല്ലാവരും വെച്ച് പുലർത്തുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് HSBCൻ്റെ സർവീസസ് PMI ഡാറ്റയും കോമ്പോസിറ്റ് PMI ഡാറ്റയുമാണ്. കൂടാതെ ഫൈനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് ഡാറ്റയും, അതുകൂടാതെ ബാങ്കിൻ്റെ ലോൺ ഗ്രോത്തുകൾ, ഡെപ്പോസിറ്റ് ഗ്രോത്തുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റ
ഇതൊക്കെ നമ്മുടെ ലിക്വിഡിറ്റി കണ്ടീഷൻസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഉൾക്കാഴ്ച നൽകുന്ന രീതിയിലുള്ള ഡാറ്റകളായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെ 2026 ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നൊരു നിഗമനത്തിലെത്താൻ ഇക്കണോമിസ്റ്റുകൾക്ക് സാധിക്കും. അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ ഷോർട്ട് ടേമിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമുക്കറിയാം, ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും അധികം സൂപ്പർ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റാലി എന്ന് പറയുന്നത് മെറ്റൽ സ്റ്റോക്കുകളിലുള്ള റാലിയാണ്. പ്രീഷ്യസ് മെറ്റൽ ആയാലും മറ്റ് ഇൻഡസ്ട്രിയൽ മെറ്റൽസ് ആയാലും അതിലൊക്കെ ഈ ഒരു ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ട്രേഡിംഗ് പ്രൈസ് ഇപ്പോൾ ഡോളർ ടേംസിൽ 4332 4345 എന്ന റേഞ്ചിലാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. സിൽവറിൻ്റെയും ചെറിയൊരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും $75 പെർ ഔൺസ് എന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കോപ്പറിൻ്റെ ഡിമാൻഡ് അതിൻ്റെ പീക്കിലെത്തിയിരിക്കുകയാണ്. $70 പെർ പൗണ്ട് എന്നുള്ള രീതിയിലാണ് അത് കാണുന്നത്. അതുപോലെ അലൂമിനിയത്തിൻ്റെ ഡിമാൻഡും $3000 പെർ ടൺ എന്ന രീതിയിലാണ് കാണുന്നത്. കൂടാതെ ടിൻ, സ്റ്റീൽ പോലെയുള്ള പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള മേജർ മെറ്റലുകളിലൊക്കെ വമ്പിച്ച ഡിമാൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റിന്യൂവബിൾ സെക്ടർ, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റ്, അതുപോലെ ഈ ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ സിൽവറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ഈ പറയുന്ന കോപ്പറിൻ്റെയൊക്കെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ സിൽവർ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി എന്നതിനേക്കാൾ ഉപരി ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റലുകൾ ആയിരിക്കും ചിലപ്പോൾ 2026 എക്കണോമിയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കമ്മോഡിറ്റീസ് എന്നാണ് പൊതുവെ വേൾഡ് വൈഡ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഗോൾഡിനെ പ്രതിനിധീകരിക്കുന്ന ഗോൾഡ് ETF നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് പീസ് ഏകദേശം 2% ഡൗൺ ആയിരുന്നു. സിൽവർ ETF ഏകദേശം 6% ഡൗൺ ആയിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടായപ്പോൾ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഡിമാൻഡ് ചെറിയ തോതിൽ ഇടിഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വാർ സിറ്റുവേഷൻ വന്നതോടുകൂടി സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ ഡിമാൻഡ് ഏത് രീതിയിലായിരിക്കുമെന്ന് പ്രവചനാതീതമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഈ പ്രീഷ്യസ് മെറ്റൽസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇതുപോലെ റുപ്പീസും ഡോളറും തമ്മിലുള്ള ആ ഒരു ഡിവാലുവേഷൻ, അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 4 ട്രേഡിംഗ് ഡേയിൽ അത് 90 താഴെയായിരുന്നെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേ അത് 90 മുകളിലേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യുവേഷൻ 90.20 എന്ന ലെവലിൽ എത്തിയിരുന്നു. അപ്പോൾ അവിടെ 22 പൈസയുടെ ഒരു ഡിവാലുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ അതിൻ്റെ കാരണമായിട്ട് കാണുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറച്ച് വർദ്ധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിപ്പാണ് റുപ്പിയിലുണ്ടായത്. അപ്പോൾ റുപ്പി സ്റ്റെബിലൈസേഷൻ ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് തന്നെ തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം നമുക്ക് കാണാൻ കഴിയും FISൻ്റെ സെല്ലിങ് ഏകദേശം 34,349 കോടിയുടെ ഓവറോൾ സെല്ലിംഗ് ആണ് നടന്നത്. എന്നാൽ DISൻ്റെ ബൈങ്ങും അത് ഇതിനെയൊക്കെ വലിയ തോതിൽ ഓവർകം ചെയ്യുന്ന രീതിയിൽ 79,000 കോടിയുടെ നെറ്റ് ബൈങ് ആണ് DIS നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് നമ്മൾ കാണുന്നത് FIS ബൈങ് പൊസിഷനിലേക്ക് വന്നതായിട്ടാണ്. കാരണം 289 കോടിയുടെ ഒരു നെറ്റ് ബൈങ് ആണ് ലാസ്റ്റ് ഫ്രൈഡേ നമ്മുടെ നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ആ ദിവസത്തെ ട്രേഡിങ്ങിൽ FIS ഈ രീതിയിൽ അവർ ബൈങ് മോഡിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ നിഫ്റ്റിയുടെ നിലവിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 26,200 മറികടന്നുകൊണ്ടാണ് നിഫ്റ്റി ഇപ്പോൾ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ അവിടെ അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 26,000-ഉം മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,700-ഉമാണ്. എന്നാൽ 26,000 ലെവലിലാണ് നിഫ്റ്റിയിലെ പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ 26,500-ആണ് ഹയർ സൈഡിൽ, അതായത് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഈ 26,300 ലെവല് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത മൂവ് 26,500-ഉം 26,700-ഉം എന്ന ലെവലൊക്കെ ആയിരിക്കും. ഇപ്പോൾ വേൾഡ് വൈഡ് ഗ്ലോബൽ മാർക്കറ്റ് ശാന്തമാകുകയും നമ്മുടെ ഡൊമസ്റ്റിക് ഏർണിങ്സ് പ്രതീക്ഷിച്ച രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 27,000 മാർക്കിലേക്കുള്ള അടുത്ത ജൈത്രയാത്ര ആരംഭിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. IPO മാർക്കറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ പൊതുവെ സ്ഥിതിഗതികൾ വളരെയധികം ശാന്തമായതായിട്ട് കാണാം. പുതിയ IPOകളുടെയൊക്കെ വരവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കണ്ടത് ആകെ ഒരു സ്റ്റോക്കിൻ്റെ ലിസ്റ്റിംഗ് ആണ്. അത് ഗുജറാത്ത് കിഡ്നി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയറിൻ്റെ ലിസ്റ്റിംഗ് ആയിരുന്നു. അത് വളരെ പുവറായിട്ടുള്ള ഏകദേശം 5% മാത്രമുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് അവിടെ ഉണ്ടായത്. വരുന്ന ആഴ്ച പ്രതീക്ഷിക്കുന്ന ഒരു IPO കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ഭാരത് കോക്കിംഗ് കോളിൻ്റെ IPO ആണ്. ജനുവരി 9-നാണ് ആ IPO ഓപ്പൺ ആവുക. ജനുവരി 13-നായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരി 16-ന് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ബാൻഡും അതുപോലെ ടോട്ടൽ ഇഷ്യൂ സൈസിൻ്റെയും പൂർണ്ണമായ ഡീറ്റെയിൽസ് ഇനിയും മാർക്കറ്റിൽ വന്നിട്ടില്ല. അടുത്ത ആഴ്ച നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 2026 ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കുറിച്ച് സെൻട്രം ബ്രോക്കിങ്ങിൻ്റെ ഇക്വിറ്റി റിസർച്ച് വിംഗ് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾ നമുക്ക് പരിശോധിക്കാം. അതിലൊന്ന് ഓട്ടോ സെഗ്മെൻറ്റിൽ ഇവർ ഒരേ ഒരു സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ആണ്.
നിലവിൽ അതിൻ്റെ പ്രൈസ് 185 എന്ന ലെവലിലാണ്. 240 എന്ന ടാർഗറ്റാണ് ഈ സ്റ്റോക്കിൽ പറയുന്നത്. മറ്റൊരു സ്റ്റോക്ക് BEL ആണ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇന്ത്യൻ ഡിഫൻസ് സെഗ്മെന്റിൽ 37% മാർക്കറ്റ് ഷെയറാണ് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഈ സ്റ്റോക്കിനുള്ളത്. നവരത്ന കമ്പനി ആയിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ ഓർഡർ ബുക്ക് ഇപ്പോൾ 74,000 കോടിക്ക് അടുത്താണ്. അപ്പോൾ ഇതിലും ഒരു ടാർഗറ്റ് കാണുന്നത് 520 എന്ന ടാർഗറ്റാണ്. നിലവിൽ ഇത് ട്രേഡ് ചെയ്യുന്ന 400 എന്ന പ്രൈസ് റേഞ്ചിലാണ്. മറ്റൊരു സ്റ്റോക്ക് BSE ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള BSE, അതിൻ്റെ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് 3300 എന്ന ടാർഗറ്റാണ്. നിലവിൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 2667 എന്ന പ്രൈസ് റേഞ്ചിലാണ്. മറ്റൊരു സ്റ്റോക്ക് CAMS ആണ്. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വളരെയധികം ഗ്രോ ചെയ്യുന്ന ഒരവസ്ഥയിലായതുകൊണ്ട് തന്നെ CAMSൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റ് 930 ആണ്. നിലവിൽ അതിൻ്റെ പ്രൈസ് 755 ആണ്. മറ്റൊരു സ്റ്റോക്ക് യുറേക്ക ഫോബ്സ് ആണ്. 624 എന്ന പ്രൈസിലാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത്. 846 ആണ് ഈ സ്റ്റോക്കിൽ നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റ്. മറ്റൊരു സ്റ്റോക്ക് HBL എഞ്ചിനീയറിംഗ് ആണ്. 937 ആണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ്. 1093 എന്ന പ്രൈസിലേക്ക് അത് ഉയരുമെന്നാണ് റിസർച്ച് പറയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഹിമാദ്രി സ്പെഷ്യാലിറ്റി ലിമിറ്റഡ് ആണ്. 550 എന്ന ടാർഗറ്റാണ് ഈ സ്റ്റോക്കിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 494 എന്ന പ്രൈസിലാണ് നിലവിൽ അത് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് താഴത്തേക്ക് വന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതിൻ്റെ ടാർഗറ്റ് 6000 ലെവലിലേക്ക് പോകുമെന്നാണ് പ്രവചിക്കുന്നത്. 4400 എന്ന ലെവലാണ് നിലവിൽ ഇത് ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. ഹൈ വാല്യുവേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്ക് 650 എന്ന ടാർഗറ്റ് എത്തുമെന്നാണ് റിസർച്ച് പറയുന്നത്. മറ്റൊരു സ്റ്റോക്ക് KFin ടെക്നോളജീസ് ആണ്. അത് 1084 എന്ന പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 1330 എന്ന ടാർഗറ്റാണ് ഈ സ്റ്റോക്കിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ കൂടുതലായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കുക. സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് ഈ സ്റ്റോക്കുകളൊക്കെ ഏത് സമയം പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ്. എങ്കിൽ പോലും കൃത്യമായ എൻട്രി എക്സിറ്റ് തീരുമാനിക്കുന്നതിന് വേണ്ടി കൂടുതലായിട്ടുള്ള അനാലിസിസ് നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.